അതുപോലെ കുടുംബത്തിൻ്റെ കൈകാര്യകർത്തൃത്വം പുരുഷൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ അനേകം നിയമങ്ങൾ പുരുഷനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞത് ഒരാൾ പറയണേ അത് ശരിയാവില്ല, അത് ആധുനിക കാലഘട്ടത്തിന് യോജിക്കുകയില്ല, ഈ കാലഘട്ടത്തിൽ യോജിക്കുന്നത് ഫെമിനിസമാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ ശിർക്കൻ. ഇന്ന് സുബ്ഹാനല്ലാഹ് നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞ ചിന്താഗതിയിലേക്ക് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണത്. ഈ പറയുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിയിലേക്ക് കുട്ടികൾ അവരുടെ ഉമ്മമാരോട് ചോദിക്കാൻ പോയിട്ട്, ഉമ്മ പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചില്ലേ, പിന്നെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നോക്കണം, ഫെമിനിസം ശരിക്ക് കുടുംബങ്ങളെ തകർക്കുന്നതാണ്. കല്യാണം കഴിച്ചപ്പോൾ എല്ലാവരുടെയും സ്വപ്നങ്ങൾ മാറ്റിച്ചു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവരുടെ കുടുംബത്തെ നോക്കാൻ. സ്ത്രീ അവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, പുരുഷൻ അവൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. കുടുംബം അങ്ങനെയാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. ഇന്നത്തെ കുട്ടികൾ അവരുടെ ചിന്ത അതുകൊണ്ടാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനടി ഡിവോഴ്സുകൾ സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? രണ്ടുപേരും ചിന്തിക്കുന്നത് അവനവന് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ചാണ്, മറ്റുള്ളവരോടുള്ള ബാധ്യതകളെക്കുറിച്ചല്ല. പുരുഷൻ്റെ ചിന്ത ഈ പെണ്ണ് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നാണ്. സ്ത്രീയുടെ ചിന്ത എനിക്ക് ഭർത്താവ് അത് തരുന്നില്ല ഇത് തരുന്നില്ല എന്നാണ്. ഞാൻ എന്ത് കൊടുക്കണം? സഹോദരൻ, അതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടണതിനെ കുറിച്ച് മാത്രം ചിന്തിക്കലല്ല, മറ്റുള്ളവർക്ക് നൽകേണ്ടതിനെ കുറിച്ച് ചിന്തിക്കലാണ്. അപ്പോൾ ജീവിതമാകുന്നത്. ഇന്ന് സഹോദരങ്ങളെ, ഈ പറഞ്ഞ പാശ്ചാത്യ ചിന്താഗതികൾ നമ്മുടെ കുട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച് മാത്രം. വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ചിന്ത ഈ പറഞ്ഞ കാര്യങ്ങളിലാണ്. വേറെ ചില ആളുകൾ 30 വയസ്സ് 40 വയസ്സ് ഞാൻ ജോലി എടുക്കട്ടെ എന്നിട്ടൊക്കെ കല്യാണം ആലോചിച്ചാൽ മതി, അതുവരെ തോന്നിയതുപോലെ ജീവിക്കുക, എൻ്റെ ഫ്രീഡം നശിക്കുമെന്നാണ് ആളുകൾ പറയുന്നത്. എന്തിനുള്ള ഫ്രീഡം? ഹറാം ചെയ്യാനുള്ള ഫ്രീഡം, അല്ലാതെ എന്താ? എന്തുള്ള ഫ്രീഡമാണ്? സുബ്ഹാനല്ലാഹ്. ശരിയാണ്, നീ കല്യാണം കഴിച്ചാൽ നിനക്ക് ബാധ്യതകളുണ്ട്, അത് ജീവിതം അങ്ങനെയാണ്. നിനക്ക് കുട്ടികൾ ഉണ്ടായാൽ ശരിയാണ്, നിനക്ക് എല്ലായിടത്തും അങ്ങോട്ട് പോലും പണ്ട് പോയിരുന്ന പോലെ പോകാൻ പറ്റില്ല. നിന്റെ കുട്ടികളെ വളർത്തുക എന്നത് നിന്റെ ബാധ്യതയാണ്.